അക്കൗണ്ടൻസിയിലെ പാർട്ട് 1-ലെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറയുന്നത്. സോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് പഠിക്കേണ്ട 2 മാർക്കിന് മുകളിലേക്കുള്ള ചോദ്യങ്ങൾ നോക്കാം. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ 2 മാർക്കിന് മുകളിലേക്കുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാർക്കിന് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ദെൻ 4 ഡിഫറൻസസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബിഗിനിങ് ഓഫ് മന്തും എൻഡ് ഓഫ് ഈച്ച് മന്തും 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ അതിൽ പഠിക്കുന്ന പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ഉണ്ടല്ലോ, അതൊരു ടേബിളിൻ്റെ രൂപത്തിൽ 3 മാർക്സിന് 2022 ചോദിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യാൻ പല ഡേറ്റിൽ പല എമൗണ്ട് തന്നിട്ടുള്ള പ്രോഡക്റ്റ് മെത്തേഡ് 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ പറഞ്ഞല്ലോ. ദെൻ ആ ഡിഫറൻസസ് ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 4 മാർക്കിന് പഠിച്ചിരിക്കണം. പിന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒക്കെ. ദെൻ ചാപ്റ്റർ 2 അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നിന്ന് വലിയ മാർക്കിന് 2 മാർക്കിന് മുകളിലേക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഗുഡ് വിൽ പല മെത്തേഡിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ദെൻ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനും ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദെൻ സാക്രിഫൈസിങ് റേഷ്യോസിൻ്റെ കാൽക്കുലേഷനൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നല്ലോ. അത് തന്നെ ഒരുപാട് വർഷങ്ങൾ റേഷ്യോസും ഗുഡ് വില്ലും ചോദിച്ചിട്ടുണ്ട്. ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഒരു തവണ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2022 ചോദിച്ചിരിക്കുന്നത്. സോ അത് പഠിക്കണം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേർണൽ എൻട്രീസ് ആണ്. അഡ്മിഷനിൽ പുതിയ പാർട്ട്ണർ ഗുഡ് വില്ലും ക്യാപിറ്റലും കൊണ്ടുവരുമ്പോഴുള്ള ജേർണൽ എൻട്രീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് ഒരു ഫുൾ പ്രോബ്ലം ആണ്, 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 8 മാർക്കിൻ്റേതായിട്ട് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഫുൾ പ്രോബ്ലം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അത് എന്തായാലും പഠിച്ചിട്ടേ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത്. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തിൽ നിന്ന് 2 മാർക്കിന് മുകളിലേക്ക് വരാവുന്നത് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഒരു പാർട്ട്ണർ റിട്ടയർഡ് ആകുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ വരുന്ന വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ നടത്തുന്ന വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. പിന്നെ 3 മാർക്കിന് ചോദിക്കുക റിസർവ്, ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ലോസ്. ഓക്കെ, ഇത് രണ്ടിനും ട്രീറ്റ്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രി ചോദിക്കും കേട്ടോ. ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാർക്കിന് ചോദിക്കും. അത് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ അതിലൊരു ഫുൾ പ്രോബ്ലം റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് റീവാലുവേഷൻ്റെ ഒരു ഫുൾ പ്രോബ്ലം നമ്മൾ പഠിച്ചിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പിന്നെ റിട്ടയർമെൻറ്റിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രവീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്തവണ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാമിന് ചോദിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അതായത് ഡെത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് സംഭവിച്ച ആ ഒരു പാർട്ട്ണർക്ക് കിട്ടാനുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ, അത് കുറച്ചൊരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം നിങ്ങൾ പഠിച്ചു വെക്കണം. ലാസ്റ്റ് പ്രോബ്ലം ഡിസൊല്യൂഷൻ ആണ്. ഡിസൊല്യൂഷനിൽ നിന്ന് 2 മാർക്കിൻ്റെ മുകളിലേക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് ഡിഫറൻസസ് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഫേമും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കും. പിന്നെ ചെറിയ ജേർണൽ എൻട്രീസ്, റിയലൈസേഷൻ്റെ ചെറിയ ജേർണൽ എൻട്രീസ് ചോദിക്കും കേട്ടോ. എന്തായാലും അത് പഠിച്ചിട്ട് പോകണം. പിന്നെ അറിയാലോ 5 മാർക്കിനോ 4 മാർക്കിനോ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാനും ബാങ്ക് അക്കൗണ്ട് വരയ്ക്കാനും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ പ്രോബ്ലം ചോദിക്കാം. ഇത് കൂടാതെ 1-2 തിയറി ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതായത് എങ്ങനെയൊക്കെയാണ് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്, ഡിസൊല്യൂഷൻ്റെ സമയത്ത് അസറ്റ്സ് വിറ്റ് കിട്ടുന്ന പണം ഉണ്ടല്ലോ, അതെങ്ങനെയൊക്കെയാണ്, ഏത് ഓർഡറിൽ യൂസ് ചെയ്യണം, ലോസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അടച്ചു വീട്ടേണ്ടത് എന്നുള്ളൊരു 3 തിയറി ക്വസ്റ്റ്യനും കൂടി വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പാർട്ട് 1-ൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. എല്ലാം ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഉടനെ പുറകെ വരുന്നുണ്ട്, മോഡൽ എക്സാമിന് മുന്നേ ആയിട്ട് വരുന്നുണ്ട്. സോ അത് വെയിറ്റ് ചെയ്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് FSCൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.